നല്ലൊരു സൽവാർ സെറ്റാട്ടോ. എനിക്കിതിൽ ഞാൻ പറയാം കുറേ വാല്യൂ അഡീഷൻസ് ഉണ്ട് ഇതിനകത്ത്. ഒന്ന്, ഒരു ലിനൻ ടെക്സ്ചറിലുള്ള ടിഷ്യൂ മിക്സ് ഉള്ള മെറ്റീരിയൽ ആട്ടോ. ഈ ബ്രൗൺ ഒന്നും നമുക്ക് കോമൺ ആയിട്ട് അന്വേഷിച്ച് നടന്നാൽ കിട്ടില്ല കേട്ടോ. ഇതിൻ്റെ നെക്ക് ലൈനിൽ നല്ലൊരു വർക്ക് കൊടുത്തിട്ട് താഴെ കലംകാരിയുടെ ഒരു ആപ്ലിക് ഫോം ഡിജിറ്റൽ പ്രിന്റഡ് ആണ് അത്. കണ്ടോ, ഒരു ഭംഗിയില്ലേ കാണാൻ. നമ്മൾ എന്നും കാണുന്ന സൽവാർ സെറ്റ് പോലെയല്ല ഇത്. നെക്ക് കാണാനും നല്ല ഭംഗിയുണ്ട്, താഴത്തെ ആ വർക്ക് വന്നിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ സെയിം ബോർഡേർഡ് ആണ് നമ്മുടെ ദുപ്പട്ട വരുന്നത്. ഇത് കണ്ടോ, ടിഷ്യൂലാണ് വിത്ത് ബോർഡേഴ്സ് ആണ്. ഇതിപ്പോൾ കുർത്തിയായിട്ട് ഇടാനാണെങ്കിലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ദുപ്പട്ടയും കൂടെ ആയിട്ട് പെയർ ചെയ്ത് വന്നത് ശരിക്കും അടിപൊളി ഒരു ഫങ്ഷൻ വെയർ ലുക്കാണ് ഈ സൽവാർ മെറ്റീരിയലിന് വരുന്നത്. ഡിജിറ്റലി പ്രിന്റഡ് ആണ്, വിത്ത് കലംകാരിയാണ് ബോർഡേഴ്സ് ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്നത്. അതും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാത്ത വർക്കും സീക്വൻസും കൊണ്ട് അതും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ സൽവാറിൻ്റെ റേഞ്ച് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ദാറ്റ് മച്ച്. 2395 2395 ആണ് റേറ്റ് വരുന്നത്. നല്ല 3 കളേഴ്സ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമായി. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ആദ്യമായിട്ട് തന്നെത്താനെ ഡിസൈൻ ചെയ്ത ഒരു സൽവാർ സെറ്റ് ഉണ്ട്. അതിൻ്റെ സെയിം കളർ കോമ്പിനേഷൻ കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ട്, അതാ പെട്ടെന്ന് ഓർമ്മ വന്നേ. നോക്കിക്കേ, നല്ലൊരു വയലറ്റ് ഷെയ്ഡിൽ ആ ഗ്രീൻ കോംബോ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആ സൽവാർ ഒരിക്കലും മറക്കില്ല, കാരണം ആദ്യമായിട്ട് ചെയ്ത സൽവാറാണല്ലോ. മമ്മി എനിക്ക് ഇത് വേണമെന്ന് പറഞ്ഞ് കുറേ വാശി പിടിച്ചിട്ടാണ് കിട്ടിയത്, വേറെ കാര്യം. അതിൻ്റെ തന്നെ റിവേഴ്സാണ് ഇത്. അതായത് ഗ്രീൻ ടോപ്പ് വിത്ത് ഈ ലാവൻഡർ പേർപ്പിൾ പോലത്തെ ഷെയ്ഡിലുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. രണ്ടും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ മിസ് ചെയ്യണ്ട, വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. താങ്ക് യു.